الحمد لله الحمد لله الذي غرس محبة الوطن في قلوبنا وجعل الدفاع عنه فريضة في ديننا، ونشهد أن لا إله إلا الله إلهنا وربنا، ونشهد أن سيدنا محمدا رسول الله أسوتنا وقدوتنا، صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله أولا ونفسي ثم عليكم بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനുമായ കാരുണ്യവാനായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി, എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി, അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ്. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമുഅ ദിവസം, ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ഭവനങ്ങളായ പള്ളി, അതിൻ്റെ എല്ലാം ഖൈർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നു പോകുന്ന കുറവുകളും പിഴവുകളുമെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മനുഷ്യന് ഭൂമിയിലാണ് അധിവസിക്കുന്നത്. ഭൂമി വിട്ട് എവിടെയും ഒരു കൗതുകത്തിന് പരീക്ഷണത്തിന് വേണ്ടി പോയി നോക്കുക എന്നല്ലാതെ വേഗം തിരിച്ചു വരണം, സ്വസ്ഥമായി സമാധാനമായി കഴിഞ്ഞുകൂടണമെങ്കിൽ ഭൂമിയാണ്. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാഹി. നിങ്ങൾക്ക് അനുവദിച്ച അവധി വരെ നിങ്ങൾക്ക് അടങ്ങിപ്പാർക്കാൻ, ആശ്വാസത്തോടെ ജീവിക്കാൻ ഉള്ള സൗകര്യവും വിഭവങ്ങളും ഉള്ളത് ഭൂമിയിലാണ്. ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമി ലോകം മുഴുവൻ എനിക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളതല്ല. അതിലെ ചെറിയൊരു ഭാഗം തൽക്കാലത്തേക്ക് നമുക്ക് അനുവദിച്ച് തന്നിരിക്കുകയാണ്. എന്നാൽ തന്നെയും ആ ചെറിയ ഇടമാണ് നമ്മുടെ നാട്, നമ്മുടെ ജന്മനാട്, എൻ്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മൾ പറയുന്ന, അവകാശപ്പെടുന്ന, അഭിമാനിക്കുന്നത്. നാടിനെക്കുറിച്ചുള്ള ഓർമ്മയും ആ വികാരവും ജന്മസിദ്ധമാണ്. എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും, രാജകീയമായ സുഖസന്തോഷങ്ങളിലാണ് കഴിയുന്നതെങ്കിലും, മറ്റൊരു നാട്ടിലാണെങ്കിൽ എത്രയും വേഗം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള തോന്നലാണ്. ലീവ് കിട്ടിയാൽ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ജന്മനാട് ജീവനാടി പോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് മനുഷ്യ സഹജമായ ഒരു പ്രകൃതം മാത്രമല്ല, പ്രകൃതി മതമായ പ്രായോഗിക സന്ദേശമായ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗവും കൂടിയാണ്. നാടിനോടുള്ള സ്നേഹവും കൂറും അതിനോടുള്ള കടപ്പാടും. ഭൂമി മുഴുവൻ എൻ്റെ നാടാണെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, നശിപ്പിക്കരുത്, തകർക്കരുത്. ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. നല്ല മട്ടത്തിൽ, ഏറ്റവും അനുയോജ്യമായ, പറ്റിയ മട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി നിങ്ങൾക്ക് സംവിധാനിച്ച് തന്നിട്ടുള്ള ഭൂമിയെ നിങ്ങളതെല്ലാം നശിപ്പിച്ച് തകർത്ത് കളയരുത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന സന്ദേശം വിശുദ്ധ ഖുർആനിൽ പ്രസക്തമാണ്. അങ്ങനെയാവുമ്പോൾ ഇസ്ലാമിന് ദേശസ്നേഹവും നാടിനോടുള്ള കൂറും അതിൻ്റെ അവിഭാജ്യമായ ഘടകമാണ്. നമുക്കറിയാം, പ്രവാചക പ്രഭുവായ ആദർശ പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏകനായ സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന ഇസ്ലാമിൻ്റെ അടിവേരായ തൗഹീദ്
ഏകദൈവ വിശ്വാസം അത് ഉൾക്കൊള്ളുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതിൻ്റെ പേരിൽ തീകുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള പ്രവാചകർ, അത്തരം അനുഭവങ്ങളുള്ള പ്രവാചകർ പല നാടുകൾ താണ്ടി ദീർഘമായ ഹിജറ കഴിഞ്ഞ് മക്കയിലെത്തുകയാണ്. വിജലമായ സ്ഥലം. അവിടുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅബ്ദുൽ അസ്നാം. എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, ഈ നാടിനെ നീ നിർഭയമായ സമാധാനപൂർണമായ ഒരു പ്രദേശമാക്കി തരണമേ. തൻ്റെ ജന്മനാടൊന്നുമല്ല. എന്നിട്ടാണ് പറയുന്നത് വജ്നുബ്നി വബനിയ അൻ നഅബ്ദുൽ അസ്നാം. അസ്നാം, വ്യാജ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന്, ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും നീ കാക്കേണമേ എന്ന് തൗഹീദിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഒരാദർശം ഉൾക്കൊണ്ട് ജീവിക്കാൻ, ഒരു സന്ദേശം ജനങ്ങളോട് പറയാൻ സമാധാനപൂർണമായ അന്തരീക്ഷം ആദ്യമുണ്ടാവണം എന്നുള്ള ഉറച്ച ബോധത്തോടുകൂടി നാടിനെ സമാധാനമുള്ള ഇടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാടിനു വേണ്ടിയുള്ള പ്രാർത്ഥന. അഷ്റഫുൽ ഖൽക്കായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ചരിത്രം നമുക്കറിയാം. ഖുർആൻ കേൾപ്പിക്കുകയും അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും ഏകനായ സൃഷ്ടാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഏൽക്കേണ്ടി വന്ന കെടുതികൾക്ക് കണക്കില്ല. ജീവന് വരെ ഭീഷണിയുണ്ടായി. കൊന്നുകളയാൻ വരെ ആളുകൾ വീട് വളഞ്ഞു. കൂടെയുള്ള പലരെയും മർദ്ദിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്തു. അവസാനം പൊറുതിമുട്ടി നാട് വിട്ടു പോവുകയാണ്. അതാണല്ലോ ഹിജ്റ. ആ ഹിജ്റയുടെ നേരത്തെ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ അത്യബകി മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻക മാ സകൻതു ഗൈറകി. മക്കാവിലെ മണൽത്തരികളെ, എന്തുമാത്രം എനിക്ക് പ്രിയപ്പെട്ടതാണ് നിങ്ങൾ, എന്തുമാത്രം എനിക്ക് കൂറുള്ള പ്രിയമുള്ള നാടാണ്. ഈ നാട്ടിലെ ആളുകൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിരുന്നില്ലെങ്കിൽ ഒരിക്കലും മറ്റൊരു നാട്ടിലും പോയി താമസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല. ജന്മനാടിനോടുള്ള കൂറ്. പലപ്പോഴും മുസ്ലിങ്ങൾ പല നാടുകളിലും ചാരന്മാരും വിദേശത്തിൻ്റെ ആളുകളും ഒറ്റുകൊടുക്കുന്നവരും എന്നൊക്കെയുള്ള ചീത്തപ്പേരുകളും കുപ്രചരണങ്ങളും ഒക്കെ ഉണ്ട്. ഇസ്ലാം ജന്മനാടിനോടുള്ള കൂറ് അത് ഊന്നൽ നൽകുന്ന ഒരു സന്ദേശമാണ്. തൗഹീദിന്റെ വിരുദ്ധരായ കഠിന ശത്രുക്കൾ പാർക്കുന്ന നാട് വിട്ടു പോകുമ്പോൾ പോലും നാടിനോടല്ല, ആദർശത്തിന്റെ വൈരികളോടാണ് വിരോധം. മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ്, ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ വിട്ടുപോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിഞ്ഞു പറയുകയുണ്ടായി. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? നാട് എന്നത് നമ്മൾ അതിരിട്ട് രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ചെറിയ പറമ്പോ പുരയോ മാത്രമല്ല. അങ്ങനെ ഒരുപാട് വീടുകളും കുടുംബങ്ങളും ചേർന്നതാണ് നാട്. നാട്ടിൻ്റെ പൊതുവായ നന്മയും അതിൻ്റെ സമാധാന അന്തരീക്ഷവും അതിൻ്റെ സുരക്ഷിതത്വവും സത്യവിശ്വാസിയുടെ വികാരമാണ്, ജീവന് തുല്യമാണ് എന്ന് തന്നെയാണ് ആ സന്ദേശം നമ്മളെ പഠിപ്പിക്കുന്നത്. മദീനത്തെത്തിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്തോഷവും സഹായവും സംരക്ഷണവും നൽകി അൻസാറുകൾ, നേരത്തെ ഇസ്ലാം സ്വീകരിച്ച് കാത്തിരിക്കുന്ന അൻസാറുകൾ റളിയല്ലാഹു അൻഹും പ്രവാചകരെ സ്വീകരിച്ചു. അങ്ങനെ യസ്രിബ് എന്ന നാട് മദീനത്തു റസൂൽ, പ്രവാചകന്റെ നഗരമായി മാറി. ആ നാടിനു വേണ്ടിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബത ഇലൈനാ മക്ക ഔ അശദ്ദ. പടച്ചവനെ, ഈ മദീനയെ, അതിനോടുള്ള സ്നേഹം, അതിനോടുള്ള ഇഷ്ടം ആത്മാർത്ഥമായും ആഴത്തിലുള്ളതുമാക്കി തരണമേ.
മക്കയോടുള്ള സ്നേഹം നീ ഉണ്ടാക്കി തന്നതുപോലെ, ജന്മനാടിനോടുള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. കാരണം അള്ളാഹുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ഉള്ള അവസരം, സാഹചര്യം അനുകൂലമായത് മദീനത്താണ്. ഒന്നും നീട്ടി പറയുന്നില്ല. നമ്മളൊക്കെ നാടുവിട്ടു പോന്നവരാണ്, വിദേശ രാജ്യങ്ങളിലാണ് പ്രവാസികളും പ്രവാസികളുടെ പ്രയാസങ്ങളും വലിയ ചർച്ചയാണ്, വലിയ പല രീതിയിലുള്ള അവകാശവാദങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ തന്നെയും എന്തെല്ലാം സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എപ്പോഴും നാടിനോടുള്ള കൂറ് അത് മറന്നു പോകാൻ പാടില്ല. അതേ അവസരം നമ്മൾ എവിടെയാണോ, വിദേശത്ത് എവിടെയാണോ, അവിടെ ഇവിടെ ഇത് നമ്മുടെ നാടല്ലല്ലോ. എന്ത് നിയമം, എന്ത് കാര്യം, 4 പണമുണ്ടാക്കണം, നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് മാത്രമല്ല, മദീനത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ എവിടെയൊക്കെയാണോ നിന്റെ അന്നം നിശ്ചയിച്ചിട്ടുള്ളത്, എവിടെയൊക്കെയാണോ നിനക്ക് അവസരങ്ങൾ റബ്ബ് നൽകിയിട്ടുള്ളത്, ലോകത്തെവിടെയാണ് എങ്കിലും ആ നാട്ടിനു വേണ്ടി നീ ജീവിക്കുന്ന, നീ അധ്വാനിക്കുന്ന, നീ സമ്പാദിക്കുന്ന, കുടുംബത്തിനും നാടിനും വേണ്ടി നീ ജോലിയെടുക്കുകയും സമ്പാദിക്കുകയും ചെയ്യുന്ന, അതിന് സൗകര്യങ്ങളുമായി നിനക്ക് എല്ലാ വഴികളും തുറന്നു തന്ന് സംരക്ഷണം നൽകുന്ന വിദേശ നാടുകളിൽ ആ നാട്ടിനു വേണ്ടി അതിൻ്റെ നിയമം പാലിക്കുകയും അവിടുത്തെ ഭരണാധികാരിക്ക് വേണ്ടിയും അവിടുത്തെ എല്ലാ സംവിധാനങ്ങൾക്കും സൗകര്യങ്ങൾക്കും അതിൻ്റെയൊക്കെ നിലനിൽപ്പിനും സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. മദീനത്ത് പോയി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ ബാധ്യതകൾ വലുതാണ്. അത് ഓരോ കാര്യത്തിലും ഓരോന്നോരവും ആ ഉത്തരവാദിത്തം നമ്മളിൽ ഉണ്ടാവുക തന്നെ വേണം. അതൊരു അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. നല്ലവരിൽ നല്ലവരായ മനുഷ്യനെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് അവർ അവരുടെ വാഗ്ദത്തങ്ങളും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളും പാലിക്കുന്നതിൽ അങ്ങേയറ്റം ജാഗ്രതയുള്ളവരാണ്. അതുകൊണ്ട് എവിടെയാണ് എങ്കിലും അവിടുത്തെ സമാധാനവും അവിടുത്തെ നീതിപൂർവവും സുരക്ഷിതവുമായ അന്തരീക്ഷവും നിലനിന്ന് കാണാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആവുന്നതൊക്കെയും ചെയ്യുക എന്നത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൻ്റെ ഭാഗമായ, ഇസ്ലാമിൻ്റെ അടയാളമായ നാടിനോടുള്ള, നമ്മൾ അധിവസിക്കുന്ന പ്രദേശത്തോടും രാജ്യത്തോടുമുള്ള നന്ദിയും കടപ്പാടും അത് ആത്മാർത്ഥമായി പാലിക്കുന്ന, പുലർത്തുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെല്ലാം ചേർക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الأمين والعاقبة للمتقين. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. കൂട്ടത്തിൽ ഒരാളായി ജീവിച്ചു പോരുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ, കടപ്പാടുകളെല്ലാം ഭരണാധികാരികൾക്കും നേതാക്കൾക്കും മാത്രമാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ അശ്രദ്ധയുടെ, അവഗണനയുടെ ഒരു ധാരണ ഉണ്ടാവുന്നു. അതല്ല, സത്യവിശ്വാസികൾ ഉത്തമ സമുദായമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഖൈറ ഉമ്മത്ത്, ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരായ, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഒരുപാട് ബാധ്യതകൾ കൊടുത്തു വീട്ടാനും ചെയ്തു തീർക്കാനും കടപ്പെട്ടവരാണ് സത്യവിശ്വാസികൾ. ഓരോരുത്തരും, ഖൈറ ഉമ്മത്തിലെ ഓരോ അംഗവും അതിന് ബാധ്യസ്ഥനാണ്. ആരെങ്കിലും നോക്കിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എൻ്റെ കുടുംബം, ഞാൻ എൻ്റെ ജോലി, ഞാൻ എൻ്റെ കാര്യം എന്ന ചിന്ത, ആ സ്വാർത്ഥത വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. മദീനത്ത് ഹിജറയ്ക്ക് ശേഷം ഒരു സംഭവമുണ്ടായി. പതിവില്ലാത്ത ഒരു വളരെ ഘോരമായ ഒരു ശബ്ദം, പേടിപ്പിക്കുന്ന ഒരു ശബ്ദമുണ്ടായി രാത്രിയിൽ. എന്താ എവിടുന്ന ഒരു പിടുത്തവുമില്ല, എല്ലാവരും പേടിച്ചു പോയി. നേരം വെളുത്തപ്പോൾ എന്താ കാര്യം എന്നറിയാൻ
കൂട്ടത്തിൽ മുതിർന്നവരും യോഗ്യരുമായ കുറച്ച് ആളുകൾ ശബ്ദം പുറപ്പെട്ട ഭാഗത്തേക്ക് പോയി. അവരങ്ങോട്ട് എത്താൻ നേരത്ത് ഒരാളുണ്ട് നടന്നു വരുന്നു. അടുത്തെത്തി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു. എത്രയോ നേരത്തെ, നേരം പുലരുന്നതിന് മുമ്പ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്ക് എന്താണ് നാട്ടിലൊരു ഭീഷണിയായി എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായത് അതറിയാൻ, അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് പോയതാണ്. ഒറ്റയ്ക്കൊരു വ്യക്തിയുടെ തന്നെയും ബാധ്യതയാണ്, കടമയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായി നമുക്ക് കാണിച്ചു തരുന്നത്. നാടിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ, അവിടുത്തെ അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളും ഭീഷണികളും പ്രതിസന്ധികളും എന്തു തന്നെയാണെങ്കിലും അവിടെ അതിൻ്റെ പരിഹാരത്തിന് എൻ്റേതായ പങ്ക് വഹിക്കാൻ ആരുമില്ലെങ്കിൽ പോലും ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ആ തയ്യാറെടുപ്പാണ്, ആ സന്നദ്ധതയാണ് ഈമാനിൻ്റെ ഭാഗമായി പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നാട്ടിനു വേണ്ടി സത്യവിശ്വാസികൾ നാടിൻ്റെ കാവൽക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനാനില തമസ്സുഹുമന്നാർ, രണ്ട് കണ്ണുകൾ അഥവാ കണ്ണിൻ്റെ ഉടമകൾ ഒരിക്കലും നരകത്തിലെത്തുകയില്ല. ആരൊക്കെയാണ്? അള്ളാഹുവിനെ പേടിച്ചിട്ട് കരഞ്ഞ് കണ്ണീരൊഴുക്കിയ കണ്ണുകൾ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാത്രി കാവൽ നിൽക്കുന്ന, ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുന്ന മനുഷ്യൻ. ആ കണ്ണുകൾ ഉറങ്ങിയിട്ടില്ല. ഇവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ വാഹനത്തിലൊക്കെ പ്രസിദ്ധീകരണങ്ങളൊക്കെ കാണാം, അയനുല്ലാത്ത നാം, ഉറങ്ങാത്ത കണ്ണുകൾ. നമുക്ക് വേണ്ടി ഏത് പാതിരാത്രിയിലും കാവൽക്കാരായി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. അയനുല്ലാത്ത നാം സത്യവിശ്വാസിയുടെ അടയാളമാണ്. നാടിനു വേണ്ടി കാവൽക്കാരനായി ഉത്തരവാദിത്തപ്പെട്ട ആളായി എപ്പോഴും ഏത് കാര്യത്തും ഏത് നേരത്തിലും ആ ഒരു ബോധം സത്യവിശ്വാസികൾക്ക് ഉണ്ടാവണമെന്ന്. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, അതേ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വചനം, അലാ ഉനബ്ബികും ബിലൈലത്തിൻ അഫ്ളല മിൻ ലൈലത്തിൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ പുണ്യങ്ങൾ നിറഞ്ഞ ശ്രേഷ്ഠമായ രാവ്. അതുപോലെ വേറൊരു രാവ് നമ്മൾ കേട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഏതാണ് രാത്രി? ഹാരിസുൻ ഹറസ ഫീ അർളി ഖൗഫിൻ ലഅല്ലഹു ലാ യർജു ഇലാ അഹ്ലിഹി, നാട്ടിന്റെ കാവൽക്കാരൻ അദ്ദേഹം ഒരു അതിർത്തി പ്രദേശത്ത് അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഒരു സ്ഥലത്ത് ഉറങ്ങാതെ കാവൽ നിൽക്കുകയാണ്. ഒരു പക്ഷേ ജീവനും കൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പോകുമോ എന്ന് പോലും ഒരു ഉറപ്പില്ല. ഭീഷണമായ അന്തരീക്ഷങ്ങൾ, പല രീതിയിലുള്ള ശത്രുഭയവും പ്രയാസവും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നാടിൻ്റെ കാവൽക്കാരനായി ഉറക്കമൊഴിച്ചു നിൽക്കുന്ന സത്യവിശ്വാസി, അത് അവൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ്. അവൻ്റെ ആ ഉറക്കമൊഴിച്ച രാത്രി, വിശ്രമിക്കാതെ ഉറങ്ങാതെ കഴിച്ചു കൂട്ടിയ രാത്രി അഫ്ളലു മിൻ ലൈലത്തിൽ ഖദ്ർ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിസ്സാരമല്ല വിഷയം. അതേ ഒരു കേവല രാഷ്ട്രീയം, ഒരു ദേശീയതയുടെ രാഷ്ട്രീയ വികാരമല്ല, മറിച്ച് ഈമാനിന്റെ ഭാഗമാണ്. അങ്ങനെ ഓരോ പൗരനും തൻ്റെ നാടിനു വേണ്ടി സമാധാന അന്തരീക്ഷം സംജാതമാക്കാൻ വേണ്ടി ഓർമ്മയോടും തൻ്റെ ഇടത്തോടും കൽപ്പിച്ചു കൂട്ടി നിലകൊള്ളുമ്പോൾ അങ്ങനെ കൂടുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് ഖൈറ ഉമ്മത്ത്. ആ ഖൈറ ഉമ്മത്തിന്റെ സംഘങ്ങൾ കൂടുന്ന പ്രദേശങ്ങൾ എല്ലാ നാടും നിർഭയമാവും. എല്ലാ ലോകത്തുടനീളം എവിടെയും ഈ ഈമാനിന്റെ ഭാഗം ബോധമുള്ള അടയാളമുള്ള സത്യവിശ്വാസികൾ അധിവസിക്കുന്ന രാജ്യം മുഴുവൻ സമാധാനത്തിന്റെ അന്തരീക്ഷമായിരിക്കും. ലോകത്തിന് മുഴുവൻ മാതൃകയായിരിക്കും. അതായിരുന്നു മദീനത്തുർ റസൂൽ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും അനുഷ്ഠാനങ്ങളിൽ, ആരാധനകളിൽ മാത്രം മുഴുകി തീരാതെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഒരുപാട് നന്മകൾ, പുണ്യങ്ങൾ, നാടിനും നാട്ടുകാർക്കും അവകാശപ്പെട്ട ഒരുപാട് ബാധ്യതകൾ നമ്മളിൽ അർപ്പിതമാണ്, അമാനത്താണ്. അതറിഞ്ഞുകൊണ്ട് നിർവഹിക്കുന്ന, ഏറ്റെടുത്ത് നിർവഹിക്കുന്ന, തൻ്റെ ഇടമുള്ള, സന്നദ്ധതയുള്ള, അർപ്പണബോധമുള്ള
യഥാർത്ഥ വിശ്വാസികളായി തീരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈമാനും ഇൽമും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أديم على دولة الإمارات الاستقرار والرقي والازدهار، وأتم اللهم العافية علينا، وبارك لنا في أرزاقنا وأزواجنا وذرياتنا. اللهم وفق رئيس الدولة ونوابه وإخوانه حكام الإمارات لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين وادخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك يا رب العالمين. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم أغثنا، اللهم أغثنا، اللهم أغثنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم الجليل يذكركم، واشكروه على نعمه يزدكم، وأقم الصلاة.